ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ വ്യൂസ് കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. ഈ ഒരു മാർഗങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു മാർഗങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിൽ പയറ്റി നോക്കാൻ. കാരണം വീഡിയോ തുടക്കം തൊട്ടിട്ട് ഒടുക്കം വരെ കണ്ടാലാണ് നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം മനസ്സിലാവുള്ളൂ. ഒരുപാട് പേർക്ക് വ്യൂസ് വരുന്നില്ല, ഒരുപാട് പേർക്ക് പ്രോബ്ലമാണ്, ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഇന്നലത്തെ വീഡിയോ സെറ്റിംഗ്സ് ചെയ്യാണ്ട് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ ഇട്ടത് നന്നായി, അതിന്റെ സെറ്റിംഗ്സ് വ്യൂസ് അധികരിക്കാനുള്ള ബേസിക് സെറ്റിംഗ്സ് നമ്മുടെ ചാനലിൽ ചെയ്യേണ്ട സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോക്കി ചെയ്യുകയുണ്ടായി. പറഞ്ഞപ്പോഴാണ് കൺട്രിയും അതുപോലെ തന്നെ കിഡ്സിന്റെയും ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഞാൻ നോക്കി ചെയ്യുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നു. എനിക്കറിയാം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അധികം പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല സെറ്റിംഗ്സ് ഒന്നും. അതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ സെറ്റിംഗ്സ്, നിങ്ങളുടെ ചാനലിന്റെ അടിത്തറ എന്ന് പറയുന്ന സെറ്റിംഗ്സുകളെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോ അതാണ്, നോക്കി കാണുക. സെറ്റിംഗ്സ് ചെയ്യാത്തവർ പ്രോപ്പറായി സെറ്റിംഗ്സ് ചെയ്യുക, എന്നതിന് ശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അപാകതകൾ, നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകുന്ന ഒരുപാട് അപാകതകൾ മാറ്റിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വ്യൂസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ചാനലാക്കി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ 100% പറയുന്നു, നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും അവരുടെ ചാനൽ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. തീർച്ചയായിട്ടും ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആശയത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒരുപാട് പേരുടെ മെസ്സേജ് ഇന്നലെ ഞാൻ വായിച്ചു, ആ ഒരു വീഡിയോ ചെയ്തതിന്റെ താഴെ. അതിൽ ഒരുപാട് മെസ്സേജ് വന്നിരിക്കുന്നത് എങ്ങനെ അറിയോ? വീഡിയോ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിന്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു ബ്രോ പറഞ്ഞിരിക്കുന്നു കേട്ടോ, സിമ്പിൾ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നെയിമാണ്. ഇവിടെ എന്നോട് ഒരു ദേഷ്യം തോന്നരുത്, ഞാൻ പ്രോപ്പറായിട്ടുള്ള കാര്യം തന്നെ പറയും. എന്നോട് ദേഷ്യം ആർക്കും തോന്നരുത്. കാരണം എന്താ പറയുക, ഈ ഒരു ചാനലിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ ഒരു ചാനൽ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ചാനലുണ്ട്, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷെ ഇവർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നരുത്. എന്താന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പറായി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടി ഇതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നേടിയിരിക്കണം. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഓട്ടക്കാലത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ അങ്ങോട്ട് ഇട്ടിട്ട് കുറെ നേരം പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്ന് ലാസ്റ്റ് ഒന്നും നേടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ എനിക്കടക്കം വിഷമമാണ്. നമ്മുടെ ഫാമിലി ഇത്തരത്തിലുള്ള കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കടക്കം ഇവര് എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല, ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായില്ലോ. നമ്മുടെ ഈ മോണിറ്റൈസേഷൻ വർക്കൊക്കെ തരുമ്പോൾ ഞാൻ അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് പറയുക, അവരുടെ ചാനൽ മോണിറ്റൈസേഷനായി ഡോളറിന്റെ ചിഹ്നം കാണിക്കുക എന്നല്ല എന്റെ പ്രാർത്ഥന. അവർക്ക് ഫസ്റ്റത്തെ വരുമാനം, അവർക്ക് ഇൻകം കിട്ടണം എന്നുള്ളത് ഞാൻ ഒട്ടനവധി പേരോട് പറഞ്ഞിട്ടുണ്ട്. അവര് എന്റെ ചാനൽ മോണിറ്റൈസ് ആയി, എനിക്ക് വളരെ ഹാപ്പിയായി. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി, എന്റെ ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി, എന്റെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് തുള്ളിച്ചാടുമ്പോൾ എന്റെ മനസ്സുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയോ? അവരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷൻ കിട്ടിയത് കൊണ്ടല്ല, നിങ്ങൾ പ്രവർത്തിക്കുക, നന്നായിട്ട് പ്രയത്നിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഏണിങ്സ് കിട്ടണം. നിങ്ങൾക്ക് വരുമാനം കിട്ടുമ്പോഴേ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് വരുമാനം കിട്ടണം. നിങ്ങൾ ക്യാഷ് ചെലവാക്കിയിട്ട് ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ വർക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സന്തോഷം എന്താണെന്ന് പറയുക, നിങ്ങൾക്ക് അതിലൂടെ ഏണിങ്സ് കിട്ടണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കണം, യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കണം എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ മോണിറ്റൈസേഷൻ ആകുന്നത് എനിക്ക് ശരിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഏതൊരു വ്യക്തിക്കും സന്തോഷമാണ്. ഞാനും എന്റെ ചാനലിൽ ഫസ്റ്റ് മോണിറ്റൈസേഷൻ ഞാൻ തുള്ളിച്ചാടിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് അവിടെ നിന്നാണ് ഏണിങ്സ് കിട്ടുള്ളൂ. നമ്മുടെ പ്രയത്നം, ഇത്രയും വർഷങ്ങളോളം പ്രയത്നിച്ച് 1 വർഷമായി എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പൊ അത് മോണിറ്റൈസ് ആയി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമാണ്. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പെടുന്നതിന്റെ ഫലം എന്ന് പറയുന്നത് ചെറിയൊരു നിശ്ചിത തുക ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് ലഭിക്കുമ്പോഴാണ്. ആ ലഭിക്കുന്നതിലൂടെയാണ് നമുക്ക് സന്തോഷം വരിക. നമ്മുടെ ഫാമിലി ഇത്തരത്തിൽ നല്ല സപ്പോർട്ടീവായിട്ടുള്ള കമന്റ് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനും നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമാണ് നമ്മുടെ ഫാമിലി കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നോട് ഒരു കാരണവശാലും ഈ ചാനലുകാർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. ഞാൻ ഇത് ഡീറ്റെയിൽ പറയാൻ കാരണം ഈ ബ്രോ അത്തരത്തിൽ പറഞ്ഞപ്പോൾ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കാണിക്കുന്നുണ്ട്, ബ്രോ എന്ത് ചെയ്തിട്ടും എന്റെ ചാനലിൽ തീരെ റീച്ച് ഇല്ല. ഇവിടെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് പിന്നെ ഇട്ടിരിക്കുന്നുണ്ട് കമന്റ്. മുമ്പ് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്കിത് നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്യണം എന്ന് കരുതി. ഓക്കെ, വ്യൂസ് തീരെ ഡെയിലി വ്യൂസ് കുറഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മടുത്തു. ഇത് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെ പറയും, എൻ്റെ ചാനൽ കൊണ്ട് മടുത്തു, എനിക്ക് ഇതിൽ ഒരുപാട് പരിശ്രമിച്ച് എനിക്ക് ഇതിൽ ഒന്നും കിട്ടുന്നില്ല, എനിക്ക് മടുത്തു. അങ്ങനെയൊക്കെ മടുക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ മടുത്തു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ ചാനൽ എപ്പോഴും ഇട്ടെറിഞ്ഞ് ഓടിയിട്ടുണ്ടാവും. തുടക്കത്തിൽ 2-3 വ്യൂസ് വരുമ്പോഴും നമ്മുടെ പ്രതീക്ഷ എന്താണെന്നറിയോ,
രണ്ടെണ്ണം കയറി, ഇനി അടുത്ത് 4 കയറും, അതിനുവേണ്ടി പ്രവർത്തിക്കും. 4 കയറി, ഇനി അതടുത്ത് 8 കയറും. ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ആ 8-9 വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സ് കവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ചെയ്യണം. ഇതിന്റെ ചാനലിന്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്ക് ചാനൽ ചെക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം മടുത്ത് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ബ്രോ. അപ്പൊ എന്താണ്, അപ്പൊ മടുപ്പ് തോന്നാനുള്ള കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചാനൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് 400 സബ് കാണാൻ കഴിയും കേട്ടോ. 398 ആയിരുന്നു, ഇപ്പൊ 400 സബ് കയറുന്നുണ്ട്. അപ്പൊ ഈ സബ് കയറുന്ന ഏതിലറിയോ? ഷോർട്സിൽ ഇദ്ദേഹത്തിന് തരക്കേടില്ലാത്ത 1K 1.4K തരക്കേടില്ലാത്ത വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷോർട്സ് കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ ഷോർട്സ് ഞാൻ നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ചിലതിനൊക്കെ വ്യൂസ് കുറവാണ്. അത് അങ്ങനെ തന്നെ. ഷോർട്സിലെല്ലാം പച്ച പിടിച്ച് മുന്നോട്ട് കയറണം എന്നൊന്നുമില്ല. ഏത് വീഡിയോ അങ്ങനെ തന്നെയാണ് യൂട്യൂബിന്റെ. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയാൽ അതിൽ ത്രൂ നന്നായിട്ട് കയറിക്കൊണ്ടേയിരിക്കും. പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ഒരു കണ്ടന്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഷോർട്സ് വൈറലാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. ഇപ്പോ നമ്മുടെ KL ബ്രോന്റെ ഒക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഒരേ രീതിയിലുള്ള ഷോർട്സ് ആണ്. വെറും മ്യൂസിക് മാത്രം ആഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. വോയിസ് ഓവറിന്റെ ഒന്നും കാര്യമില്ല. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് അതിലെന്തോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതുപോലെ വേറൊരാളുടെ ചാനലുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. 1 മാസം കൊണ്ട് 1 lakh സബ് ആയിട്ടുള്ള, ഷോർട്സ് മാത്രം ഇട്ടിട്ട് 1 lakh സബ് ആയിട്ടുള്ള, ഞാൻ തന്നെയാണ് മോണിറ്റൈസേഷന്റെ എല്ലാ പ്രൊസീജിയറും ചെയ്തത്. ഇന്നലെ അവർക്ക് ഫസ്റ്റ് പേയ്മെന്റും കിട്ടി. അപ്പൊ ആ ചാനലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതാണ്, നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. നമ്മൾ അതല്ല ഒരു ടൈം പാസിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിജയം ഉണ്ടായില്ല. അത് ഏത് തൊഴിൽ മേഖലയിലും അങ്ങനെ തന്നെ. ഇഷ്ടപ്പെടാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് യാതൊരു ഗുണവുമില്ല. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നേടാൻ കഴിയും. ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ കഷ്ടപ്പെടണം, എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നേടാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഷോർട്സിന്റെ കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ ലോങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഈ ബ്രദറിന് എന്നോടൊന്നും തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 മാസമായി വീഡിയോ ഇട്ടിട്ട്. 3 മാസം, 4 മാസം, 4 മാസം, 4 മാസം, 5 മാസം, 9 മാസം, 1 വർഷം. ഇതാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ. ഇതിൽ ഒരു തമ്പനയിലില്ല. ഈ ഒരു രണ്ടാമത്തെ വീഡിയോ ഞാൻ കണ്ടു, തെയ്യം കണ്ണൂർ, അതിന്റെ താഴെയുള്ളൂ 18 ജനുവരി. അതില് തമ്പനയിൽ വെച്ചാൽ ഇത്തിരി കൂടി കുഴപ്പമില്ല. അത് നല്ല രസമുണ്ട് ആ വീഡിയോ എടുത്തതൊക്കെ. അപ്പൊ ഞാനിത് എന്താണ് പറയാൻ കാരണം, 3 മാസമൊക്കെ ആയി, 3, 4 മാസം, 6 മാസമൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് ഇത്തരത്തിലാണ് ഒരുപാട് ചാനൽ ഈ കമന്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ചാനൽ നോക്കിയപ്പോൾ ഇത്തരത്തിലാണ്. അവര് 3 മാസം 5 മാസമൊക്കെ ആയിട്ട് ഇടയിലൊക്കെ ഒരു വീഡിയോ ഇട്ട് നോക്കണേ. ഈ എപ്പോഴെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം നോക്കുന്ന പോലെയാണ് ചാനലിൽ നോക്കി കാണുന്നത്. അങ്ങനെ ഈ ഒരു യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നവരെ വിജയിക്കുള്ളൂ. അത് ഞാൻ 100% ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. പ്രവർത്തിക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ യൂട്യൂബിനെ പ്രാന്ത് പിടിപ്പിക്കണം എന്ന് പറയും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മലപ്പുറം താത്താൻ്റെ ഓർമ്മ വരും. ഞാൻ അങ്ങോട്ട് യൂട്യൂബിനെ പൊറുതി മുട്ടിച്ചു. അങ്ങനെ യൂട്യൂബ് നിവൃത്തിയില്ലാണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. സത്യമാണ്. ആ പൊറുതി മുട്ടിക്കല് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, തമ്പനയില് A to Z കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ആയിട്ട് ഒരു ബൂസ്റ്റപ്പ് തരുന്നത് എൻ്റെ ഒരു കടമയാണ്, എൻ്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ബൂസ്റ്റപ്പ് തന്നുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ എണിച്ച് ഓടി ചെയ്യില്ല വീഡിയോ. എൻ്റെ ഒരു ബ്രദർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സമ്മതിക്കണം. നിങ്ങളുടെ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ ചടച്ചുകൊണ്ടിരുന്ന ആള് വീണ്ടും 4-5 വീഡിയോ ഇട്ടു ഞാൻ. കാരണം എന്താ അറിയോ, നമുക്കറിയാം അതിൽ സാധ്യതയുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു മടി മാറ്റിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ എങ്ങനെയാണ് അതിൻ്റെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ആകാംക്ഷയോടുകൂടി സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ വരുത്തണം. ഒരൊറ്റ ഫോക്കസിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ പല രീതിയിൽ നമ്മുടെ വീഡിയോ കണ്ടന്റ് മാറ്റി നോക്കുക. വിജയിക്കുന്ന കണ്ടന്റ് ഏതാണോ അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫാമിലിക്ക് വേണ്ട കണ്ടന്റ് ഏതാണെന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി, ഇത് തന്നെയാണ് എൻ്റെ ഫാമിലിക്ക് വേണ്ടത് എന്നുള്ള മനസ്സിലാക്കലോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകണം. റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ നോക്കുക. ആഴ്ചയിൽ 3 വീഡിയോ, ഒന്നിനും സാധിക്കാത്തവർ ആഴ്ചയിൽ 3 വീഡിയോ എങ്കിലും ഇടാൻ നോക്കണം, മസ്റ്റ് ആയിട്ട്. യൂട്യൂബിന്റെ അൽഗോരിതം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിന് വേണ്ടൂ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ നിങ്ങളുടെ കൊള്ളണം. കാരണം ഏതൊരു ജോലിക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ വേണ്ടൂ. ഏതൊരു ബോസും നിങ്ങളുടെ അടുത്തേക്ക് ഒരാഴ്ച ലീവാണ് സാർ പറഞ്ഞ ബോസിന്റെ മോൻ കറുകും. കാരണം അവർക്ക് വർക്ക് ഒരുപാട് പെൻഡിങ് ആണ്. അപ്പൊ നിങ്ങളെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടൂ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറൊരാൾ കയറിയിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അതേ സെയിം കണ്ടന്റിൽ മറ്റുള്ളവർ അടിച്ചു കയറും.
അപ്പോൾ എന്താണ്, നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ യൂട്യൂബിൽ നന്നായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു ബ്രോയുടെ ഒരു നിസാരം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാണ്. ഇതുപോലെ വേറെ ആൾക്കാരും നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അവരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ ചാനലൊക്കെ നോക്കിയപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞതിന്റെ നോക്കിയപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്, ഡെയിലി 1-2 വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. എന്നിട്ടും അവർക്ക് റീച്ച് കിട്ടുന്നില്ല. അതിന് ചെറിയതായിട്ട് ഒരു ചാനൽ സെറ്റിങ്സും അവരുടെ നമ്മുടെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ടോ അതെല്ലാം മാറ്റങ്ങൾ വരുത്തുക. ഷോർട്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്കൊക്കെ ഷോർട്സ് ഫീഡ് എന്ന് പറഞ്ഞിട്ട് റവന്യൂ കിട്ടുന്നുണ്ട്. ഷോർട്സ് നിങ്ങളുടെ നല്ല രീതിയിൽ വൈറലായാലും നിങ്ങൾക്ക് എന്താണ് ഗുണകരമാണ്. അപ്പൊ ഷോർട്സ് ലോങ്ങും പയറ്റി നോക്കുക, ഇട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് ഏതിലാണോ അത് ഏറ്റവും കൂടുതൽ ഇടാൻ നോക്കുക. നിങ്ങൾക്ക് രണ്ടും കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഷോർട്സിലാണ് എനിക്ക് നല്ല രീതിയിൽ വ്യൂസ് വരുന്നില്ല, 2K 5K 10K വ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷോർട്സ് നിങ്ങൾ നന്നായി മുറുകെ പിടിച്ചോളൂ, ഷോർട്സ് ഇട്ടുകൊണ്ടേ പോയിക്കോളൂ. അപ്പൊ നല്ല രീതിയിൽ റവന്യൂ അതിൽ കയറുകയും ചെയ്യും. നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ട് റവന്യൂ എന്താണ് ഷോർട്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിക്കുന്നത്. ഒരുപാട് പേര് ഡീമോട്ടിവേഷൻ ആയിട്ട് ചാനൽ ഇട്ടേച്ചും കൊണ്ട് ഡിലീറ്റ് ആക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ എല്ലാവർക്കും സാധിക്കും. പക്ഷെ വിജയം കൈയെത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളത് പ്രയത്നിക്കണം എന്നുള്ള ആ ഒരു മനോഭാവമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഒരുപാട് പേര്, നിങ്ങൾ എല്ലാവരും എന്നോട് പറയാറുണ്ട്, ഒരുപാട് പേര് കളിയാക്കുന്നു, കുടുംബത്തിൽ സപ്പോർട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ നിന്നും 10 രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രയത്നിക്കാണ്ടൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്ര രൂപ ഉണ്ടാക്കിയാലും മറ്റുള്ളവരിനെ കാണിക്കേണ്ട, ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, ഗൂഗിൾ ആഡ്സെൻസ് ത്രൂ നിങ്ങളുടെ ബാങ്കിലോട്ട് വരുന്നു, ഇത്ര രൂപ കിട്ടിയെന്ന് ഒരാളോടും പറയേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ ഏതൊരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, വരുമാനം കിട്ടുന്ന ജെന്യുവൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും, പ്രവർത്തിച്ചിട്ട് വിജയം കൈവരിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ ഷോർട്സിന്റെ ഒരു മാഡത്തിന്റെ കാര്യം, അവർക്ക് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് വരുമാനമില്ലാണ്ട് കരയുന്ന ഒരു അവസ്ഥയായിരുന്നു അവരുടെ എല്ലാം സെറ്റായി, ആദ്യത്തെ പേയ്മെന്റ് കിട്ടി, നല്ല ഹാപ്പിയായി. ഇതാണ് നമുക്കൊരു വരുമാനം കിട്ടുമ്പോഴേ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു അവബോധം ഉണ്ടാവുകയും ആ സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് വരുമാനം വേണം. ആ വരുമാനം ഉണ്ടെങ്കിലേ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉറുപ്പ്യ ഒരവിടെ പോയി ചോദിച്ചാൽ ആരും നമ്മളെ സഹായിച്ചൊന്നും വരില്ല. പക്ഷെ നമ്മൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമുക്ക് അധ്വാനിച്ചുകൊണ്ട് നമ്മളുടെ അധ്വാനത്തിന്റെ ഒരു ഫലം നമ്മൾ കൈപ്പറ്റുമ്പോൾ അതിന്റെ രുചി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, അത് സ്വന്തം ഒരു അഭിമാനം കൊള്ളലും കൂടിയാണ്. കാരണം ഞാൻ പ്രയത്നിച്ചതിലൂടെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുന്നതിലൂടെ ഞാൻ പ്രവർത്തിച്ചു, അതിൽ നിന്നൊരു വരുമാനം കിട്ടി, എനിക്ക് വളരെ ഹാപ്പിയാണ്. എന്നെ കൊണ്ട് സാധിക്കും. ആ ഒരു കഴിവ് എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചാനൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നാണ്. ഇതുപോലെ കമന്റ് ഇടുന്നവർ ഒരു കാരണവശാലും ഡീമോട്ടിവേഷൻ ആവരുത്. നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക, നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഈ വീഡിയോയിലൂടെ വ്യൂസ് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് കാര്യം, ചെറിയ അല്ലെങ്കിൽ വലിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേട്ടത്. ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.